കോഴിക്കോട് പയ്യോളിൽ അമ്മയും മകനും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ തുറയൂർ സ്വദേശികളായ 88 വയസ്സുള്ള മാധവി, 48 വയസ്സായ മകൻ സജീഷ് എന്നിവരെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദിശ തിലകൻ കോഴിക്കോട് നിന്ന് വിവരം ചെയ്യുന്നു. ദിശ, എന്താണ് സംഭവിച്ചതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന? ഏതെങ്കിലും തരത്തിൽ ദുരൂഹത ഈ ഘട്ടത്തിൽ ആരെങ്കിലും ആരോപിക്കുന്നുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? സുഹൈൽ, ഇന്ന് രാവിലെ ഏകദേശം 7 മണിയോടുകൂടിയാണ് കോഴിക്കോട് പയ്യോളിയിലെ വീട്ടിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുറയൂർ മുണ്ടാളിത്താഴ സ്വദേശികളായിട്ടുള്ള മാധവിയുടെ മകൻ സജീഷ് എന്നിവരെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത്. രാവിലെ 7 മണിയോടുകൂടി അയൽവാസികളാണ് ഇവരെ പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് വീട്ടിൽ കയറി നോക്കുമ്പോൾ ഈ മൃതദേഹങ്ങൾ കാണുന്നത്. മാധവിയുടെ മൃതദേഹം വീട്ടിലെ കിടപ്പുമുറിയിലെ കട്ടിലിലും മകൻ സജീഷ് തൂങ്ങിയ നിലയിലുമായിരുന്നു. ഉടനെ തന്നെ പയ്യോളി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പയ്യോളി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്കായി മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിർധന കുടുംബമാണ് എന്നാണ് നമുക്ക് അവിടെ നിന്നും അറിയാൻ സാധിക്കുന്ന വിവരം. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. വളരെ കാലമായിട്ട് നാട്ടുകാരുടെ ഒരു സഹായം ഇവർക്കുണ്ടായിരുന്നു. മാത്രമല്ല മാധവി ഏകദേശം 3 മാസത്തോളമായിട്ട് ഡിസ്ക് തകരാറിനെ തുടർന്ന് കിടപ്പിലാണ്. ഏകദേശം 3 മാസത്തോളമായിട്ട് ഇത്തരത്തിൽ ചികിത്സയിലാണ്. നാട്ടുകാരാണ് ചികിത്സാ സഹായം ഉൾപ്പെടെ നൽകിയത്. മാത്രവുമല്ല, ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റൂ എന്നാണ് പോലീസ് പറയുന്നത്. അസ്വാഭാവിക മരണത്തിന് കേസ് എടുത്തിട്ടുണ്ട്. അമ്മ മരിച്ചത് കണ്ട് മനം നൊന്തതിനാലാകാം മകൻ ഇത്തരത്തിലൊരു ജീവനൊടുക്കിയത് എന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. സുഹൈൽ, എന്നാലും പ്രാഥമിക വിലയിരുത്തൽ അസ്വാഭാവികത ഒന്നും സംശയിക്കുന്നില്ല. അമ്മ കിടപ്പ് രോഗിയാണ് മാതാവ്. അമ്മ മരിച്ചു കിടക്കുന്നത് കണ്ട മനോവേദനയിൽ 48-കാരനായ മകൻ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് അടക്കം ഇപ്പോൾ വിലയിരുത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.